ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളിലെ കുറെ അധികം MCQs പരിചയപ്പെടുത്താനായിട്ടാണ്. വീഡിയോ മുഴുവനായിട്ട് കാണണം. എല്ലാ MCQസും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്കറിയാം ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്നൊക്കെ പറയുന്നത്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ ഒരു മൊഡ്യൂളിനകത്ത് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൽ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ഇത് മുഴുവൻ വരും. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ എന്ത് പഠിക്കണം? നമുക്ക് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ഒക്കെ കാൽക്കുലേഷൻസ് അതിൽ വരുന്നതാണ്. പ്രോബ്ലം റിലേറ്റഡ് ആയിട്ട് കുറെ അധികം കാര്യങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന് ബേസിക് എന്ന ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു +1 +2 ലെവൽ തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ്ങിലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു വലിയ ഏരിയ തന്നെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആദ്യത്തെ മൊഡ്യൂള്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് ശ്രമിച്ചോണം. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് ഇവർ പറഞ്ഞേക്കാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് ക്ലാസിഫൈഡ് ആസ് എ പേഴ്സണൽ അക്കൗണ്ട് because it represent an amount payable to the workers and closing date. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ്. നമുക്കറിയാം പേഴ്സണൽ അക്കൗണ്ട്സുകൾ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. ഒരു വ്യക്തിയുടെ ഇപ്പം അഖിൽ അക്കൗണ്ട്, അമൽ അക്കൗണ്ട്, രാജിനി അക്കൗണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്? നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ടുകളാണ്. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയോ കമ്പനികളുടെയോ ഒക്കെ അക്കൗണ്ടുകളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയാണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അതിൽ വരുന്നതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസും അഡ്വാൻസ്, അതായത് പ്രീപെയ്ഡ് റെന്റ് അങ്ങനെയൊക്കെ പോലുള്ള അഡ്ജസ്റ്റ്മെന്റ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് വരുന്നത്. സോ അസേർഷൻ കറക്റ്റ് ആണ് അല്ലെ? ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് is classified as a personal account because it's അത് represent ചെയ്യുന്നുണ്ട്. representative personal account ആണ് as an amount payable to the owner on the closing date. So അതെന്താണ്? representative personal account ആണ്. assertion true ആണ്. റീസൺ നോക്കിയേ. according to the rule of personal account, personal accountന്റെ റൂൾ അനുസരിച്ച് debit the receiver, credit the giver. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ ആണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്. അതും ശരിയാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അസേർഷനെ സാധൂകരിക്കുന്ന രീതിയിലാണോ റീസൺ തന്നിരിക്കുന്നത്? അല്ല. അസേർഷനും റീസണും കറക്റ്റ് ആണ്. പക്ഷെ റീസൺ എന്ത് ചെയ്യുന്നില്ല? അസേർഷനെ സാധൂകരിക്കുന്നില്ല. സോ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, അസേർഷൻ ട്രൂ ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ഈസ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് because the liability towards the workers represent on indirectly. And then അടുത്തത് നോക്കിയേ, reason is also true. The rule of debit the receiver, credit the giver applies the personal account. But the reason does not explain why outstanding share is a personal account. അല്ലേ? ആ റീസൺ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ എന്ന്, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ് എന്ന് പറയുന്നതിന് അല്ലല്ലോ റീസൺ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ അത് എന്താണ്? റീസൺ എന്ന് പറയുന്ന അസേർഷനെ എന്ത് ചെയ്യില്ല? സാധൂകരിക്കുന്നില്ല. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ദ പേഴ്സണൽ നോട്ട് ബിക്കോസ് ഓഫ് ദി റൂള് ബട്ട് ബിക്കോസ് ഇറ്റ്സ് റെപ്രസെന്റ് എ പേബിൾ ടു ഇൻഡിവിജ്വൽ അല്ലെ? അതായത് എന്താണ്? ആ റൂൾ അനുസരിച്ച് എന്നുള്ളതല്ല, അതായത് ഇൻഡിവിജ്വലിന് ആ ഒരു പേബിൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. പക്ഷെ റീസൺ എന്ത് ചെയ്യുന്നില്ല? അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓർത്തു വെച്ചോണം കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ട്രേഡിംഗ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ്.
ട്രേഡിംഗ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് നമ്മളുടെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 ആണ്, ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഡിറ്റർമിൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡിലെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇറ്റ് ഇസ് എ കറക്റ്റ് അല്ലേ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത, ട്രേഡിംഗ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് സച്ച് ആസ് ദ വേജസ്, ക്യാരിയേജ് ഇൻവേർഡ്, ഫാക്ടറി ലൈറ്റിംഗ്. ശരിയാണല്ലേ, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് വരുന്നുണ്ട്, എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും എഴുതുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഓഫീസ് സാലറി ആൻഡ് ക്യാരിയേജ് ഔട്ട്വേർഡ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എ നോമിനൽ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. നിങ്ങൾ ഓർത്ത് വെക്കുക, ഓഫീസ് സാലറി അതുപോലെ ക്യാരിയേജ് ഔട്ട്വേർഡ് എന്നൊക്കെ പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമോ? ഇല്ല. ഇൻകം സ്റ്റേറ്റ്മെന്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഏത് വരുന്നത്? ഏത് വരുന്ന മക്കളെ? ഈ സാലറീസും ക്യാരിയേജ് ഇൻവേർഡും ഒക്കെ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നിൽക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതും ശരിയാണ്. അപ്പൊ 1, 2, 4 1, 2, 4 അല്ലെ, 1, 2, 4 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ മനസ്സിലായല്ലോ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കൃത്യമായി പഠിക്കണം. അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും. അഡ്ജസ്റ്റ്മെന്റ്സുകൾ പഠിക്കണം, ഡിപ്രീസിയേഷൻ പഠിക്കണം, ബാഡൻസ് പഠിക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പഠിക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പഠിക്കണം. ദെൻ എന്താണ് നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, ലോസ് ഓൺ ഗുഡ്സ് ബൈ ഫയർ പഠിക്കണം. ഇതൊക്കെ നമുക്ക് എന്താണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിനകത്ത് വരുന്നതാണ്. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മാർക്ക് നേടി തരുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. എന്താണ്? അക്കൗണ്ടിംഗ് ഈസ് ടേംഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ബിക്കോസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓർത്ത് വെച്ചാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്, ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. അത് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് ആർ സിനോണിമസ് ടേം ആണോ? സിനോണിമസ് ആയിട്ടുള്ളതാണോ? അല്ല. ആൻഡ് നോ ഡിഫറൻസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അക്കൗണ്ടിങ്ങിനകത്ത് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അത് ഇന്റർപ്രറ്റ് ചെയ്താണ് അതിൽ എന്ത് ചെയ്യുന്നത്? റിസൾട്ടിലേക്ക് പോകുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. only one statement, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, അക്കൗണ്ടിംഗ് ഈസ് കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, ഇറ്റ് ഈസ് സിസ്റ്റം. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, സോറി, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഇവിടെ നോക്കിയേ. എന്താണ്? 4 കാര്യങ്ങളാണ്, 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അക്കൗണ്ടിംഗ് as the science established the cause-effect relationship using the principles like double entry principles ഒക്കെ യൂസ് ചെയ്ത് cause and effect relationship നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അക്കൗണ്ടിങ്ങിന് എന്തെന്ന് പറയാനായിട്ട് വരുന്നുണ്ട്? സയൻസ് എന്ന് പറയാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അക്കൗണ്ടിങ്ങിന് ഒരു ആർട്ട് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് എന്താണ്? റിക്വയേഴ്സ് ദ സ്കിൽസ് ആൻഡ് ജഡ്ജ്മെന്റ് ഇൻ അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സ്കില്ലും അതുപോലെ ജഡ്ജ്മെന്റും ഒക്കെ ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിനെ എന്തെന്ന് പറയുന്നുണ്ട്? ഒരു ആർട്ട് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞേക്കാണ് അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിങ്ങിനെ എന്തെന്ന് പറയുന്നുണ്ട്? ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇൻവോൾവ്സ് ദ ട്രാൻസ്മിറ്റിംഗ് ദ ഇൻഫർമേഷൻ ത്രൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു യൂസേഴ്സ്. അതായത് എന്താണ്?
ഫിനാൻഷ്യൽ യൂസേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിനെ എന്തെന്ന് പറയുന്നുണ്ട്, ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ടിങ് ആസ് എ പ്രൊഫഷൻ, അക്കൗണ്ടിങ്ങിന് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ പ്രൊഫഷൻ ഈസ് ദ സെയിം ആസ് ദ ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് പോലെയുള്ള സെയിം ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അക്കൗണ്ടിങ് ആണോ? അല്ല. ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് ഡിഫറെന്റ് ആണ്. ആദ്യത്തെ 3 ശരിയാണ്, ഏത് തെറ്റാണ്? 4ാമത്തത് തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അണ്ടർ ക്യാഷ് സിസ്റ്റത്തിനകത്ത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ശരിയല്ലേ? അടുത്തത്, മെർക്കന്റൈൽ സിസ്റ്റം recognize the expenses when incurred and income when earned. അതായത് ഇൻകം മെർക്കന്റൈൽ സിസ്റ്റം അനുസരിച്ച് എക്സ്പെൻസസ് വെൻ incurred ആൻഡ് ഇൻകം വെൻ ഏൺഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ, മെർക്കന്റൈൽ സിസ്റ്റം ഒക്കെ പഠിച്ചതല്ലേ? ഏതാണ് വരുന്നത്? അടുത്ത നോക്കിയാൽ, ക്യാഷ് സിസ്റ്റം റിഫ്ലക്ട്സ് ദ ട്രൂ പ്രോഫിറ്റ്. ആണോ? ക്യാഷ് സിസ്റ്റം ട്രൂ പ്രോഫിറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? ഫിനാൻഷ്യൽ, അതായത് നമ്മൾ കടപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകളൊന്നും, ക്രെഡിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നും വരുന്നില്ല. അതായത് എന്താണ്? ക്യാഷ് സിസ്റ്റം റിഫ്ലക്ട്സ് ദ ട്രൂ പ്രോഫിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഫേം. ഇല്ല. മെർക്കന്റൈൽ സിസ്റ്റം അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പെൻസസ് വെൻ ഇൻക്വയർഡ് അല്ലേ? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. മെർക്കന്റൈൽ സിസ്റ്റം കംപ്ലയൻസ് വിത്ത് ദ അക്രൂവൽ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തല്ലേ മെർക്കന്റൈൽ സിസ്റ്റം പോകുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെ ആൻസർ വരുന്നത്? ഏതാ ആൻസർ? തെറ്റായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ 3 തെറ്റാണ്. 1, 2, 4 ശരിയായിട്ടുള്ളതാണ്. ക്യാഷ് സിസ്റ്റം ഡസ് നോട്ട് റിഫ്ലെക്ട്സ് ദ ട്രൂ പ്രോഫിറ്റ് ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഇൻസൈഡ് ദ അക്രൂവൽസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. The cost concept record the assets at a original purchase price. Cost concept അനുസരിച്ച് അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണോ? ഒറിജിനൽ പർച്ചേസിംഗ് പ്രൈസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അക്വിസിഷൻ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ, കൺസർവേറ്റിസം കൺവെൻഷൻ അല്ലെ പ്രൂഡൻസ് കൺവെൻഷൻ അനുസരിച്ച് റെക്കഗ്നൈസ് ദ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആണോ? നോട്ട് റെക്കഗ്നൈസ് ദ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ഇൻ അഡ്വാൻസ് എന്നാണ്. സോ തെറ്റാണ്. അതായത് കൺസിസ്റ്റൻസി കൺവെൻഷൻ എൻഷുർ ദ കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റാസ് അക്രോസ് ദ പീരീഡ്. ശരിയല്ലേ? കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മെത്തേഡ്സുകൾ, പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസുകൾ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേ മെത്തേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസി. അടുത്താണ് മെറ്റീരിയാലിറ്റി അലൗസ് ദി ഇഗ്നോറിംഗ് ദ ട്രൈവൽ വാല്യൂസ്. ചെറിയ വാല്യൂസിനെ ചെറിയ വാല്യൂസിലുള്ള ഒരു ചെറിയ വാല്യൂകളെയൊക്കെ ഒന്നിച്ചെടുത്ത് എഴുതണം എന്നുള്ളതല്ലേ മെറ്റീരിയാലിറ്റി കൺവെൻഷനകത്ത് പറയുന്നത്. സോ അതും ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഏതാണ്? സെക്കൻഡ് 1 എന്താണ്? ഇൻകറക്റ്റ് ആണ് അല്ലെ? സെക്കൻഡ് 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൺസർവേറ്റിസം ഡസ് നോട്ട് എൻകറേജ് ദ പ്രോഫിറ്റ് ഇൻ അഡ്വാൻസ്, ഇവിടെ ആന്റിസിപ്പേറ്റഡ് ലോസസ് ആണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇവിടെ നോക്കി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് ഓട്ടോമേറ്റിംഗ് ദ റിപ്പറ്റേറ്റീവ് ടാസ്ക്. ശരിയാണ് അല്ലെ? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട്, വളരെ കൺവീനിയന്റ് ആയിട്ട് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. സോ വളരെ ശരിയായിട്ടുള്ളതാണ്. സച്ച് സിസ്റ്റം എലിമിനേറ്റ് ദ നീഡ് ഫോർ ദ പീരിയോഡിക് റീകൺസിലേഷൻ. പീരിയോഡിക് ആയിട്ടുള്ള റീകൺസിലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്, എലിമിനേറ്റ് ചെയ്യുകയല്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം automate the task and improve the efficiency, but periodic reconciliation are still necessary for the accuracy and error detection. അടുത്ത നോക്കിയേ, അസേർഷനും റീസണും ആണ് ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾസ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഫെയർ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂയിലാണോ റെക്കോർഡ് ചെയ്യുന്നത്? ആണോ മക്കളെ? അല്ല, മാർക്കറ്റ് വാല്യൂയിലല്ല, അതിന്റെ അക്വിസിഷൻ കോസ്റ്റിലാണ്. അതായത് ഒരു മെഷീനറി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഷീനറിയുടെ പർച്ചേസിംഗ് പ്രൈസ് എത്രയാണോ അതാണ്. അല്ലാതെ ആ മെഷീനറി കൊണ്ടുവന്നു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ മാർക്കറ്റ് വാല്യൂ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ആ വില നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം അതല്ല, തെറ്റാണ്. റീസൺ നോക്കിയേ, ദിസ് പ്രിൻസിപ്പിൾ എൻഷുർ ദ കൺസിസ്റ്റൻസി ആൻഡ് അവോയ്ഡ് ദ സബ്ജക്റ്റീവ് വാല്യുവേഷൻ ഓഫ് അക്കൗണ്ടിങ്. അത് ശരിയാ അല്ലേ? അപ്പൊ എന്താണ്? എ ഈസ് ഫോൾസ് but R is true. Option D ആണ് വന്നിരിക്കുന്നത് അല്ലെ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ സെക്യൂർസ് ദ റെക്കോർഡിംഗ് അസറ്റ്സ് അറ്റ് their original purchasing price, not the fair market value. The reason is true as they ensure the objectivity and consistency. Okay ആണല്ലോ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ് അനുസരിച്ച് ഗുഡ് വിൽ ഈസ് അഡ്ജസ്റ്റഡ് വെൻ ദ പാർട്ണർ ഈസ് അഡ്മിറ്റഡ്, റിട്ടയർ ഓർ ഡെത്ത്. ശരിയല്ലേ? നമ്മൾ എപ്പോഴും ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് സമയത്താണ് പാർട്ണർഷിപ്പ് ഫേമിൽ? അഡ്മിഷന്റെ സമയത്ത്, റിട്ടയർമെന്റ് സമയത്ത്, ഡെത്തിന്റെ സമയത്ത്. ഒരു പുതിയ പാർട്ണർ വരുമ്പോൾ, ഓൾറെഡി ഉള്ള ഒരു പാർട്ണർ പിരിഞ്ഞു പോകുമ്പോൾ, ഒരു പാർട്ണർ മരിച്ചു പോകുമ്പോൾ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്കകത്ത് ചേഞ്ചസ് ഒക്കെ വരുന്ന സിറ്റുവേഷനുകളിലാണ് നമ്മൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത്. ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഡ്യൂറിംഗ് ദ അഡ്മിഷൻ ഓഫ് എ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യുന്നത്? അഡ്മിഷൻ, ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് റീവാല്യുവേഷൻ അസറ്റ് ആണ്. അസറ്റും ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യാണ്. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. ഒരു ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്താണ്, അല്ലെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്താണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഗുഡ് വിൽ ഈസ് അഡ്ജസ്റ്റഡ് ഫോർ ദ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ ദി പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വരുമ്പോഴാണ് ഗുഡ് വിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ഒക്കെ പോലെയുള്ള സാഹചര്യങ്ങൾ പാർട്ണർഷിപ്പിൽ ഉണ്ടാകുമ്പോൾ. The realization account is used during the dissolution. അഡ്മിഷന്റെ സമയത്തല്ല, ഡിസൊല്യൂഷന്റെ സമയത്താണ് റിയലൈസേഷൻ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് എബൌട്ട് എന്താണ് പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നേക്കുന്നത്. അത് നോക്കുക. ദ നമ്പർ ഓഫ് പാർട്ണേഴ്സ് ഇൻ ബാങ്കിങ് ഫേം കനോട്ട് എക്സീഡ് 10. ആണോ മക്കളെ? ദ നമ്പർ ഓഫ് പാർട്ണേഴ്സ് ഇൻ ബാങ്കിങ് ഫേം കനോട്ട് എക്സീഡ് 10 എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞേക്കാണ് എന്താണ്? രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഈസ് മാൻഡേറ്ററി അണ്ടർ ദ പാർട്ണർഷിപ്പ് ആക്ട്. ഈസ് മാൻഡേറ്ററി ആണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പാർട്ണർഷിപ്പ് ഫേമുകൾ മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. ദ മ്യൂച്വൽ ഏജൻസി ഈസ് എ കോർ ഫീച്ചർ ഓഫ് പാർട്ണർഷിപ്പ്. ശരിയാണ്, മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്ന പാർട്ണർഷിപ്പിന്റെ ഒരു കോർ ഫീച്ചർ തന്നെയാണ്. ദ പാർട്ണർഷിപ്പ് ഈസ് Partnership is always created with a written agreement. എപ്പോഴും ഒരു written agreementോട് കൂടി മാത്രമേ പാർട്ണർഷിപ്പ് തുടങ്ങാനായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ഉണ്ടോ? എപ്പോഴും ഒരു written agreementോട് കൂടി മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടോ? ഇത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 ഉം 3 ആണ്. 1 ഉം 3 എന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ആസ് പെർ ദ ലോയർ ദ മാക്സിമം പാർട്ട്നേഴ്സ് ഇൻ എ ബാങ്കിങ്ങിൽ 10. ഇത് ഒരു പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് 10 എന്നുള്ളത് 20 ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഇപ്പൊ മാക്സിമം ആസ് പെർ ദ ലോ, കമ്പനീസ് ആക്ട് പ്രകാരം ഇപ്പൊ ബാങ്കിങ് ഫേമിൽ എത്രയാണ് എന്നുള്ളത് ചെക്ക് ചെയ്തോണം. 10, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് 10 ആയിരുന്നു. അതുകൊണ്ടാണ് 10 എന്നുള്ളത് വന്നേക്കുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. മാൻഡേറ്ററി അല്ല, റെക്കമെൻഡേറ്ററി ആണ് അല്ലെ? നമുക്ക് പാർട്ണർഷിപ്പ് ഫേമുകളെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ഒന്നും അല്ല. അടുത്ത തേർഡ് വണ്ണും എന്താണ്? ശരിയായിട്ടുള്ള മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്ന ഒരു കോർ ഫീച്ചർ ആണ് പാർട്ണർഷിപ്പിന്റെ. ഫോർത്ത് വൺ തെറ്റാണ്. എന്തുകൊണ്ടാണ്? എ പാർട്ണർഷിപ്പ് മേ ബി ഓറൽ ഓർ റിട്ടൺ ആകാം. ഓറലോ റിട്ടണോ ആകാം. അടുത്ത ഐഡന്റിഫൈ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിക്ക് ഈ സ്റ്റേറ്റ്മെന്റുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ ഓൾവേസ് പ്രിപ്പയർഡ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ഓൾവേസ് പ്രിപ്പയർഡ്, എപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കണം അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഏതൊക്കെ അക്കൗണ്ടുകളുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട്. അപ്പൊ അതെന്താണ്? ശരിയാണോ? എന്നാലോചിച്ച് നോക്കിയേ. ദ പാർട്ണർഷിപ്പ് ഡീഡ് മസ്റ്റ് ബി എന്താണ്? കമ്പൽസറിലി രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ. കമ്പൽസറിലി രജിസ്റ്റർ ചെയ്തിരിക്കണം പാർട്ണർഷിപ്പ് ഡീഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് തേർഡ് വൺ പറഞ്ഞേക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ഓൺലി ഇഫ് ദർ ഈസ് എ റിട്ടൺ എഗ്രിമെന്റ്. റിട്ടൺ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? അതായത് നമ്മൾ പഠിച്ചിരുന്നു ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ള ഒരു കാര്യം പഠിച്ചിരുന്നു. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒക്കെ എന്തായിരുന്നു? നില്ലായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം 6%. ആൻഡ് പാർട്ട്നേഴ്സ് സാലറി ഈസ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ സാലറി ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ്. ആണോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ടാണ്. ഏതാ മക്കളെ? ഇത് പഠിപ്പിച്ചതല്ലേ? ആപ്പിളിന്റെ ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഫോൾസ് ആണ്, രണ്ടാമത്തെ ഫോൾസ് ആണ്, മൂന്നാമത്തെ ട്രൂ ആണ്, നാലാമത്തെ ഫോൾസ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ക്യാപിറ്റൽ അക്കൗണ്ട് മേ ബി പ്രിപ്പയർഡ് അണ്ടർ ഐദർ മെത്തേഡ്. അതായത് ഇവിടെ നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത്? അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ ഓൾവേസ് പ്രിപ്പയർഡ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. എപ്പോഴും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടോ? ക്യാപിറ്റൽ അക്കൗണ്ട്
ഫ്ലക്ച്വേറ്റിംഗ് പ്രിപ്പയർ ചെയ്യാലോ ഒറ്റ അക്കൗണ്ട് ആയിട്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഉള്ള മെത്തേഡാണ് ഫിക്സഡ് ക്യാപിറ്റൽ. നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. സോ അതെന്താണ് ഫോൾസ് ആണ്. അടുത്ത നോക്കിയേ, രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൽസറി. രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ? അല്ല. അപ്പൊ അതും ഫോൾസ് ആണ്. കമ്പൽസറി എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അത് ഫോൾസ് ആണ്. അടുത്ത നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ഓൺലി ഇഫ് എഗ്രീഡ്. അല്ലെ, നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ഓൺലി. ഓൺലി എന്നുള്ള വേർഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺലി ഇഫ് ദർ ഈസ് എ റിട്ടൺ എഗ്രിമെന്റ്. അവിടെ റിട്ടൺ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ആണെങ്കിൽ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് വൺ തെറ്റാണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് നമ്മൾക്ക് അറിയാം എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല ചാർജ് ചെയ്യുന്ന സാലറി. എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. അടുത്തത് നോക്കിയേ, ഇൻ ദ ആബ്സെൻസ് ഓഫ്. ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്കറിയാം പാർട്ട്നേഴ്സിന്റെ സാലറി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നോർമൽ സാലറി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ എടുക്കരുത്. ഇത് പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പാർട്ട്നർ സാലറി വന്നു കഴിഞ്ഞാൽ അതെവിടെയാണ് എടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. അടുത്ത നോക്കി, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ്. അതായത് പാർട്ണർഷിപ്പ് ഡീഡ് ആണ് ഉദ്ദേശിക്കുന്നത്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു എന്താണ്? പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു എ സാലറി, പ്രോഫിറ്റ് ഇൻ ക്യാപിറ്റൽ റേഷ്യോ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഈസ് 6%. അതായത് പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ, അല്ലെ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈലന്റ് ആണെങ്കിൽ, പാർട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ ആബ്സെന്റ് ആണെങ്കിൽ സാലറി കൊടുക്കുവോ? ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയായിരിക്കും? 1:1 അല്ലെ, ഈക്വൽ ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് കമ്മീഷൻ എന്ന് പറയുന്നത് കൊടുക്കുവോ? ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുവോ? ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കുവോ? ഇല്ല. അവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം 6% ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. Only the interest on loan is allowed without agreement as per the Partnership Act 1932, 6% per annum. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ആർ റെക്കോർഡഡ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യുമോ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്നേഴ്സ്, സാലറി ടു ദ പാർട്ണർ, പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുമോ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എവിടെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതേഴ്സ് ആർ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളുടെ CCയില് ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഒരു ബാച്ച് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ബാച്ച് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഓരോ ഏരിയയും പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQസുകൾ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ PDF മെറ്റീരിയൽസും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ കണ്ടക്ട് ചെയ്താണ് CCE ക്ലാസ് മുന്നോട്ട് പോകുന്നത്. കൃത്യമായി പഠിക്കാനായിട്ട് തയ്യാറാകുന്ന ആളുകളാണ് എങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CC എന്ന് പറയുന്നത് നല്ലൊരു ചോയ്സ് ആണ്. നിങ്ങൾ CC ചൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും CC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ അതൊരു നല്ല മാർക്കിലേക്ക്, നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കും. ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങൾ CCയുടെ ഈ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണാനായിട്ട്, അല്ലെങ്കിൽ ആദ്യം തന്നെ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. നിങ്ങളുടെ സജഷനുകൾ അറിയിക്കുക. ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ക്ലാസ്സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് MCQs ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കുക. ആ ഏരിയയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും, നിങ്ങളുടെ സജഷനുകളെ മാനിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.